വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ചെപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്കിനെതിരെ പഞ്ചായത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി വികസനത്തെ തകർക്കാനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി റോഡ് പുറമ്പോക്ക് ഭൂമി ഫോറസ്റ്റ് ഭൂമിയാണെന്ന് നുണപ്രചാരണം നടത്തി വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. ദിനംപ്രതി വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ചെപ്പാറ. ചെപ്പാറയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ ഉൾപ്പെടെ സാധ്യമാകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, തെക്കുംകര ഗ്രാമപഞ്ചായത്തിനകത്ത് തെക്കുംകര പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചെപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചില അനാവശ്യ വിവാദങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഇന്ന് പഞ്ചായത്തിൻ്റെ അടിയന്തര കമ്മിറ്റി യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ടൂറിസം രംഗത്ത് വലിയ രീതിയിലുള്ള വളർച്ച, കേരളം ടൂറിസം മേഖലയിൽ എത്ര കണ്ട് വളരുന്നുണ്ടോ അതേ വേഗതയിൽ തന്നെയാണ് തെക്കുംകര ഗ്രാമപഞ്ചായത്തിനകത്തും ടൂറിസം മേഖലയിൽ വളർച്ച വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ വാഴാനി, ആ വാഴാനി ഇപ്പോൾ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാകാൻ വേണ്ടിയിട്ടുള്ള മ്യൂസിക് ഫൗണ്ടൻ്റെ പണി ഈ വരുന്ന 18-ാം തീയതി കേരളത്തിൻ്റെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കാൻ പോവുകയാണ്, നിർമ്മാണോദ്ഘാടനം. അപ്പോൾ ഈ ചെപ്പാറ വിഷയം നമുക്കറിയാം. ചെപ്പാറ 14-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചെപ്പാറ പ്രദേശം ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെ മനോഹരമായ വിരിഞ്ഞ പാറ നിലനിൽക്കുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറെ ആകർഷിക്കാൻ കഴിയാവുന്ന, ആസ്വദിക്കാൻ കഴിയാവുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. AC മൊയ്തീൻ MLA ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ആദ്യമായി അവിടേക്ക് ഫണ്ട് അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ജനങ്ങളുടെ ഇടയിലേക്ക് ഇതിൻ്റെ ശ്രദ്ധ കൊണ്ടുവരികയും ചെയ്തത്. തുടർന്ന് വന്ന LDF ഗവൺമെൻറ് അതിന് ഘട്ടം ഘട്ടമായി വിവിധ ഘട്ടങ്ങളിൽ പഞ്ചായത്ത് അനുവദിച്ചു, ഗവൺമെൻറ് അനുവദിച്ചു. അപ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങൾ അവിടെ വരികയാണ്. അപ്പോൾ അവിടേക്ക് നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വരുന്ന ആളുകൾക്ക് ഒന്ന് ചെറിയ ഒരു ശുചിമുറി അവിടെ കൊടുക്കാൻ കഴിയാത്ത സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ചായ കുടിക്കാൻ ഒരു ചെറിയ ക്യാൻറ്റീൻ, ഇത് രണ്ടും ആരംഭിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ടൂറിസ്റ്റുകളായി വരുന്ന ആളുകൾക്കൊന്ന് ഒരു ദിവസം താമസിക്കാൻ വേണ്ടി കഴിയാവുന്ന രീതിയിലേക്കുള്ള ഒരു സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നഗരസഞ്ചയിക ഫണ്ടിനെ പ്രയോജനപ്പെടുത്തി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് 1 കോടി രൂപ നഗരസഞ്ചയിക ഫണ്ട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുകയും അതിൻ്റെ ഭാഗമായി ഒരു DPR തയ്യാറാക്കി അവിടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ ഒരു പദ്ധതി അവിടെ ആരംഭിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായിട്ടുള്ള PR രാധാകൃഷ്ണൻ, സബിത സതീഷ്, VC സജീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ജേക്കബ്, ശാന്ത ഉണ്ണികൃഷ്ണൻ, സിന്ധു രാജീവ്, VS ഷാജു, C സുരേഷ് എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.